ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ് വൻകരകളും സമുദ്രങ്ങളും. നല്ലൊരു ചാപ്റ്ററാണ്. വൻകരകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാമേ. അറിയപ്പെടാത്ത നാടുകൾ തേടിയും സമ്പത്തിനു വേണ്ടിയും കൗതുകത്തിന്റെ പേരിലുമൊക്കെ മനുഷ്യൻ നടത്തിയിട്ടുള്ള സമുദ്രയാത്രകൾക്ക് നീണ്ട ചരിത്രമുണ്ട്. നമുക്കറിയാം, പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യയിലെത്തിയതൊക്കെ അല്ലേ. നോക്കിക്കേ, പുതുലോകം തേടിയുള്ള ഈ യാത്രകൾ സാഹസിക സഞ്ചാരികളെ എവിടെയെല്ലാം എത്തിച്ചിരിക്കാം. ഇവരിൽ ചിലർ പൂർണ്ണമായും സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ലോകം ചുറ്റി വന്നിട്ടുണ്ട്. എന്നാൽ കരയിലൂടെ മാത്രം സഞ്ചരിച്ച് ലോകം ചുറ്റാൻ കഴിയുമോ? നമ്മൾ അത് അതിനെ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ കാണിച്ചേക്കുന്നുണ്ട് ഗ്ലോബ്. ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറം ഏതാണ്? ബ്ലൂ കളറാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ, ഭൂപടത്തിൽ കൂടുതൽ ഭാഗവും ഏത് നിറത്തിലാണ് കാണുന്നത്? ബ്ലൂ കളറിലാണ് കാണപ്പെടുന്നത്. ഈ നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അത് ജലഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വിശാലമായ ജലഭാഗങ്ങളെ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ജലഭാഗങ്ങളെ എന്താ പറയുന്നത്? സമുദ്രങ്ങൾ എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 1/2 ഭാഗം സമുദ്രങ്ങളാണ്. എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 1/2 ഭാഗം സമുദ്രങ്ങളാണ്. അപ്പോൾ മറ്റു നിറത്തിൽ കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? അത് കരഭാഗങ്ങളാണ്. മറ്റു നിറത്തിൽ കാണപ്പെടുന്ന പ്രദേശങ്ങൾ എന്താണ്? കരഭാഗങ്ങളാണ്. സമുദ്രങ്ങൾക്കിടയിലായി അതിവിശാലമായി സ്ഥിതി ചെയ്യുന്ന കരഭാഗങ്ങളാണ് വൻകരകൾ. എന്താണ്? സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. വൻകരകൾ ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ. 7 വൻകരകളുണ്ട്. ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രങ്ങളും കരഭാഗങ്ങളുമുണ്ട്. ഭൗമ ഉപരിതലത്തിൽ കൂടുതൽ ഭാഗവും ജലമാണ്. ഒന്നുചേർന്ന് കിടക്കുന്ന ഈ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. സമുദ്രങ്ങൾക്കിടയിൽ കരഭാഗങ്ങൾ കാണപ്പെടുന്നു. അതിവിസ്തൃതമായ കരഭാഗങ്ങൾ വൻകരകൾ എന്നറിയപ്പെടുന്നു. എന്താണ്? സമുദ്രങ്ങൾക്കിടയിൽ കരഭാഗങ്ങൾ കാണപ്പെടുന്നു. അതിവിസ്തൃതമായ കരഭാഗങ്ങൾ വൻകരകൾ എന്നറിയപ്പെടുന്നു. വൻകരകൾ വേറിട്ട് കിടക്കുന്നത് കൊണ്ട് വൻകരയിലൂടെ മാത്രം സഞ്ചരിച്ച് ലോകം ചുറ്റാൻ കഴിയില്ല. എന്താണ്? വൻകരകൾ വേറിട്ട് കിടക്കുന്നത് കൊണ്ട് വൻകരയിലൂടെ മാത്രം ലോകം ചുറ്റാൻ കഴിയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് 2 തരത്തിലേ നമ്മുടെ ലോകം ചുറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നോക്കിക്കേ, മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് പറയുന്നത്. ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ. ഓക്കെ, അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളാണ് ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ കാണിക്കാൻ ഉപയോഗിക്കുന്നത്. അവിടെ നീല നിറം എന്തിനെയാണ് കാണിക്കുന്നത്? ജലാശയത്തെയാണ് കാണിക്കുന്നത്. പച്ച നിറം നൈസർഗിക സസ്യജാലങ്ങളെയാണ് കാണിക്കുന്നത്. മഞ്ഞ നിറം കൃഷിസ്ഥലങ്ങളാണ് കാണിക്കുന്നത്. ചുമപ്പ് നിറം പാർപ്പിടം, റോഡ് എന്നിവയാണ് കാണിക്കുന്നത്. കറുപ്പ് നിറം അതിർത്തികൾ, റെയിൽവേ എന്നിവയാണ് കാണിക്കുന്നത്. വെള്ള നിറം മഞ്ഞു മൂടിയ പ്രദേശങ്ങളെയാണ് കാണിക്കുന്നത്. ഓക്കെ, രാഷ്ട്രീയ ഭൂപടങ്ങളിൽ വെള്ളയും കറുപ്പും നീലയും ഒഴികെയുള്ള നിറങ്ങൾ രാജ്യങ്ങളെ വേർതിരിച്ച് കാണിക്കുവാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണേ. നമുക്ക് ഓരോ വൻകരകളുടെയും സവിശേഷതകൾ നോക്കാം. ആദ്യത്തേത് ഏഷ്യ. ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യയാണ്. ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഏഷ്യ വൻകരയിലാണ്. കണ്ടോ, ഇവിടെ ഗ്ലോബില് അടയാളപ്പെടുത്തി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. നമ്മൾ അപ്പോൾ ഏഷ്യൻ വൻകരയിലാണ് ജീവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന എന്താണ്? ഏഷ്യ വൻകരയുടെ പ്രത്യേകതയാണ് പറഞ്ഞേക്കുന്നത്. ദാ ഇവിടെ എവറസ്റ്റ് കൊടുമുടിയുടെ ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മുടെ രാജ്യം എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏഷ്യ വൻകരയിലാണ്.
ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ നിരവധി വൈവിധ്യങ്ങൾ എവിടെ കാണാൻ സാധിക്കും? ഏഷ്യ വൻകരയിൽ കാണാൻ സാധിക്കും. ഓക്കെ. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധതരം വിളകൾ കൃഷി ചെയ്യുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധതരം വിളകള് കൃഷി ചെയ്യുന്നു. ഇവിടെ ചൈനയിലെ നെൽകൃഷി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിന്ധു നദിയും കാണിച്ചിട്ടുണ്ട്. തല ഉയർത്തി ഹിമാലയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടി കിടക്കുന്നതിനാലാണ് ഇതിന് ഹിമാലയം എന്ന പേര് വന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ്. ആ ഒരു പോയിന്റ് നോക്കി വെക്കുക. അടുത്തത് ആഫ്രിക്ക. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. അത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ജനവാസത്തിൽ 2ാം സ്ഥാനം. ജനവാസത്തിൽ 2ാം സ്ഥാനമാണ് ആഫ്രിക്കയ്ക്ക്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. സൂയസ് കനാൽ. എന്താണ് സൂയസ് കനാൽ? നോക്കിക്കേ. ഏഷ്യ, ആഫ്രിക്ക എന്നീ വൻകരകൾക്കിടയിലുള്ള ഇടുങ്ങിയ കരഭാഗമാണ് സൂയസ് കരയിടുക്ക്. ഇതിന് കുറുകെയുള്ള മനുഷ്യനിർമ്മിത കനാലായ സൂയസ് കനാൽ ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്നു. അപ്പോൾ സൂയസ് കനാൽ എങ്ങനെയാണ് ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്നു? മനുഷ്യനിർമ്മിത കനാലാണ്. ഓക്കെ. ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്കൻ ആനയുടെ ചിത്രവും കാണിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ്. സഹാറ അപ്പോൾ ഏത് വൻകരയിലാണ്? ആഫ്രിക്ക വൻകരയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെയാണ് ഒഴുകുന്നത്. ഇവിടെ സഹാറ മരുഭൂമിയുടെ ചിത്രവും കാണിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിലാണ്. എവിടെയാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ആഫ്രിക്കൻ വൻകരയിലാണ്. നോക്കിക്കേ. ഒന്നാമനായി നൈൽ. ആഫ്രിക്കയുടെ വടക്കു കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏകദേശം 6850 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി, ഇന്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഈ നദി ആഫ്രിക്ക വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. എന്താണ്? ഈ നദി ആഫ്രിക്കൻ വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ. വടക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് വടക്കേ അമേരിക്കയുടെ സ്ഥാനം. ദാ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണ്. അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എന്താണ്? അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിന്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ എവിടെയുണ്ട്? വടക്കേ അമേരിക്കയില് ഉണ്ട്. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിന്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ വടക്കേ അമേരിക്കയിലുണ്ട്.
മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇഗ്നൂട്ടുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇഗ്നൂട്ടുകൾ, എസ്കിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. ഓക്കെ, നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ന്യൂയോർക്ക് നഗരം കാണിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഗോതമ്പ് പാടം കാണിച്ചിട്ടുണ്ട്. ഇഗ്നൂട്ട് വംശജർ കണ്ടോ, എസ്കിമോകൾ കണ്ടോ, മഞ്ഞ് വെച്ച് വീട് വെച്ച് താമസിക്കുന്നത്. മഞ്ഞുകൊണ്ട് വീടുകൾ. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ഇഗ്നൂട്ടുകൾ, എസ്കിമോകൾ തണുപ്പുകാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്നവരെ എന്താ പറയുന്നത്? ഇഗ്നൂട്ടുകൾ എന്നാണ്, അല്ലെങ്കിൽ എസ്കിമോകൾ. അവര് തണുപ്പുകാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ട കൊണ്ട് വീടുണ്ടാക്കും. ആ വീടുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നോക്കിക്കേ, പഞ്ചമഹാ തടാകങ്ങൾ. വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ എന്നിവയാണ് പഞ്ചമഹാ തടാകങ്ങൾ. അടുത്തത് തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ വടക്കേ അമേരിക്കയും പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ട സ്ഥാനം ഇവിടെ കാണിച്ചിട്ടുണ്ട്, തെക്കേ അമേരിക്ക. വലിപ്പത്തിൽ നാലാമതാണ്. മൗണ്ട് അഗോങ്കുവ. മൗണ്ട് അഗോങ്കുവ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഏത് വൻകരയിലാണ്? തെക്കേ അമേരിക്കൻ വൻകരയിലാണ്. എന്താണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി തെക്കേ അമേരിക്കയിലാണ്. തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദിയിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. എന്താണ്? തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്താണ് ആമസോൺ നദി. ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. ഇവിടെ ബ്രസീലിലെ കാപ്പിത്തോട്ടം കാണിച്ചിട്ടുണ്ട്, കണ്ടോ. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. അപ്പോൾ തെക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്താണ്? കന്നുകാലി വളർത്തലാണ്. നോക്കിക്കേ, ഇവിടെ ആമസോൺ നദിയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാണിജ്യ കന്നുകാലി വളർത്തലും കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, നദിയിൽ ഇറങ്ങല്ലേ. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. മറ്റ് മത്സ്യങ്ങളെയും നദിയിലിറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിന്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും. മരച്ചീനി നാടനല്ല. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. ഇതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അടുത്ത് നോക്കിക്കേ, അന്റാർട്ടിക്ക. അടുത്തത് അന്റാർട്ടിക്ക നോക്കുന്നത്. നോക്കിക്കേ, അന്റാർട്ടിക്കയുടെ സ്ഥാനം കണ്ടോ. വലുപ്പത്തിൽ 5ാം സ്ഥാനമാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക 5ാം സ്ഥാനം. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡമെന്ന് അറിയപ്പെടുന്നു. എങ്ങനെയാണ്? വർഷത്തില് മൊത്തം എന്താണ്? മഞ്ഞു മൂടി കിടക്കുവാണ്. അതുകൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നാണ് അന്റാർട്ടിക്ക അറിയപ്പെടുന്നത്. സ്ഥിരമായ ജനവാസമില്ല. തണുപ്പായതുകൊണ്ട് ജനവാസമില്ല, സ്ഥിരമായ ജനവാസമില്ല. അളവറ്റ ധാതു നിക്ഷേപമുള്ള ഈ വൻകരയിൽ ധാതു പര്യവേഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്താ പറയുന്നേ? അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പര്യവേഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന പെൻഗ്വിനുകളുടെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്. ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം മൈത്രി. മഞ്ഞുമലയുടെ ചിത്രവും കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. അത് നോക്കി വെച്ചേക്കുക.
മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. കണ്ടോ ഈ കാണിച്ചേക്കുന്നത്. ദക്ഷിണ ഗംഗോത്രി PO. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാലാഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. എന്താണ്? ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാലാഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. അടുത്തത് യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായിട്ടാണ് യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ യൂറോപ്പിന്റെ സ്ഥാനം കാണിച്ചിട്ടുണ്ട്. വലുപ്പത്തിൽ 6-ാം സ്ഥാനത്താണ് യൂറോപ്പ്. വലുപ്പത്തിൽ 6-ാം സ്ഥാനത്താണ്. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. ജനസംഖ്യയിൽ 3-ാം സ്ഥാനമാണ് യൂറോപ്പിന്. യൂറോപ്പിന്റെ തെക്കുഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. വ്യവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരുന്നു. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ്. യൂറാൽ പർവ്വതനിര ഒന്നുചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഏഷ്യയും യൂറോപ്പിനെയും വേർതിരിക്കുന്നത് യൂറാൽ പർവ്വതനിരയാണ്. ഏഷ്യയും യൂറോപ്പിനെയും ചേർത്ത് യൂറേഷ്യ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒന്നുചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഏഷ്യയും യൂറോപ്പിനെയും വേർതിരിക്കുന്നത് ആരാണ്? യൂറാൽ പർവ്വതനിരയാണ്. ഏഷ്യയും യൂറോപ്പിനെയും ചേർത്ത് യുറേഷ്യ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നോക്കിക്കേ, ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? സ്കീയിങ്, യൂറോപ്പിലെ വിനോദം കാണിച്ചിട്ടുണ്ട്. മുന്തിരി കൃഷി കാണിച്ചിട്ടുണ്ട്. ലണ്ടൻ നഗരം കാണിച്ചിട്ടുണ്ട്. ഓക്കെ. പാതിരാ സൂര്യന്റെ നാട് നോർവേ. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ 66.5 ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ്, അതാണ് നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം എങ്ങനെയാണ്? പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ SK പൊറ്റക്കാടിന്റെ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കിക്കേ, ആസ്ട്രേലിയ. അടുത്തത് ആസ്ട്രേലിയ വൻകരയെ കുറിച്ചാണ് നോക്കുന്നത്. നോക്കിക്കേ, ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആസ്ട്രേലിയ. ഏറ്റവും ചെറിയ വൻകരയാണ് ആസ്ട്രേലിയ. ഓഷ്യാന എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓഷ്യാന എന്ന പേരിലും ആസ്ട്രേലിയ അറിയപ്പെടുന്നു. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ആസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഓസ്ട്രേലിയ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? വൻകര ദ്വീപ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഏതൊക്കെയാണ്? പ്ലാറ്റിപ്പസ്, കങ്കാരു, ഡിങ്കോകൾ. ഇവയൊക്കെ ആസ്ട്രേലിയ വൻകരയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ സിഡ്നി നഗരവും കാൽഗൂർലി സ്വർണ്ണഖനിയും കാണിച്ചിട്ടുണ്ട്. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യുന്നുണ്ട്. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ് ഏത്? ആസ്ട്രേലിയ. നോക്കിക്കേ, ദ്വീപുകൾ എന്നാൽ എന്താണെന്ന്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. എന്താണ്? പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. തുകൽ സഞ്ചിയിലെ കുഞ്ഞ്. നമുക്കറിയാം ഇതാരാണെന്നല്ലേ? ഇത് കങ്കാരു ആണല്ലേ? നോക്കിക്കേ, ശരീരത്തിന്റെ വെളിയിൽ ഒരു തുകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞ്. ഈ മൃഗം ഏതെന്ന് മനസ്സിലായില്ലേ? ഓസ്ട്രേലിയയിൽ കാണുന്ന കങ്കാരു എന്ന മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള കഴിവുണ്ട്. അപ്പോൾ കങ്കാരു കാണപ്പെടുന്ന എവിടെയാണ്? ഓസ്ട്രേലിയയിലാണെന്ന് നമ്മൾ കണ്ടായിരുന്നല്ലേ? ഓക്കെ. ചെമ്മരിയാട് വളർത്തൽ ന്യൂസിലൻഡിലെ ചെമ്മരിയാടിനെ വളർത്തുന്നതാണ് ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. നമുക്ക്
ഇന്ത്യൻ ഭൂപടത്തിൽ സമുദ്രങ്ങൾ നോക്കാം. ഏതൊക്കെ സമുദ്രങ്ങളുണ്ട്? പസഫിക് സമുദ്രം, അന്റാർട്ടിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം, അങ്ങനെ തുടങ്ങി സമുദ്രങ്ങളുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആ സമുദ്രങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുന്നേ നോക്കിക്കേ, കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. എന്താണ്? ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടലുകൾ. സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോക മഹാസമുദ്രം. എന്താണ്? ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോക മഹാസമുദ്രം, വേൾഡ് ഓഷ്യൻ. നമുക്ക് ഓരോ സമുദ്രത്തെക്കുറിച്ച് നോക്കാമേ. ആദ്യം നോക്കിക്കേ, പസഫിക് സമുദ്രം. വലുപ്പത്തിൽ 1-ാം സ്ഥാനം ആർക്കാണ്? പസഫിക് സമുദ്രത്തിനാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ സമുദ്രത്തിലാണ്. വലുപ്പത്തിൽ 1-ാം സ്ഥാനം ആർക്കാണ്? പസഫിക് സമുദ്രത്തിനാണ്. ഏറ്റവും കൂടുതൽ ദ്വീപ് കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. എന്താണ്? പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. എന്താണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം ധാതുസമ്പന്നമാണ്. പസഫിക് സമുദ്രം ധാതുസമ്പന്നമാണ്. പസഫിക് സമുദ്രത്തിന്റെ വലിപ്പം നോക്കിക്കേ. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം വരും. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം വരും. എല്ലാ വൻകരകളും ചേർന്നാലുള്ള ആകെ വലുപ്പത്തേക്കാൾ കൂടുതലാണ്. എല്ലാ വൻകരകളും ചേർന്നാലുള്ള ആകെ വലുപ്പത്തേക്കാൾ കൂടുതലാണ്. നമുക്ക് പസഫിക് സമുദ്രത്തിന്റെ ചിത്രമൊക്കെ നോക്കാമേ. നോക്കിക്കേ, ഈ ചിത്രം എന്ന് പറയുന്നത് പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ? പസഫിക് സമുദ്രമാണ്. ഏതൊക്കെ വൻകരകൾ സമീപത്തായിട്ട് കാണുന്നുണ്ട്? വടക്കേ അമേരിക്കയുണ്ട്, തെക്കേ അമേരിക്കയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ഏഷ്യയുണ്ട്. കണ്ടോ? സമീപത്തായിട്ട് കാണപ്പെടുന്ന വൻകരകളാണ് ഇവ 4. പസഫിക് സമുദ്രത്തിന്റെ സമീപത്തായിട്ട് ഈ 4 വൻകരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത നോക്കിക്കേ, അറ്റ്ലാന്റിക് സമുദ്രം. വലുപ്പത്തിൽ 2-ാം സ്ഥാനത്താണ് അറ്റ്ലാന്റിക് സമുദ്രം. വലുപ്പത്തിൽ 2-ാം സ്ഥാനം ആർക്കാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിനാണ്. 1-ാം സ്ഥാനം ആർക്കാണ്? പസഫിക് സമുദ്രത്തിനാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കുഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കുഭാഗത്ത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട്. ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, എവിടെയാണ്? ഇവിടെ നോക്കിക്കേ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചിത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? നോക്ക്, ഇവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രം കാണിച്ചേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വൻകരകളുണ്ട് ചേർന്ന് കിടക്കുന്നത്? വടക്കേ അമേരിക്കയുണ്ട്, പിന്നെ യൂറോപ്പ് കാണിച്ചിട്ടുണ്ട്, ആഫ്രിക്ക കാണിച്ചിട്ടുണ്ട്, തെക്കേ അമേരിക്കയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കേ, ഇന്ത്യൻ മഹാസമുദ്രം. അടുത്ത സ്ലൈഡിൽ നമുക്ക് ചിത്രം കാണാമേ. വലുതാക്കി കാണുന്നതുകൊണ്ടാണ് അടുത്ത സ്ലൈഡ് വെച്ചേക്കുന്നത്. നോക്കിക്കേ, വലുപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഈ സമുദ്രത്തിന് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പേരുണ്ടല്ലേ, ഇന്ത്യൻ മഹാസമുദ്രം. നോക്കിക്കേ, ഇതിന്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രം നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ? സമീപത്തായിട്ട്
ഏതൊക്കെ വൻകരകളുണ്ട്? ആഫ്രിക്കയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. വടക്ക് ഭാഗത്തായിട്ട് ഏത് വൻകരയാണ് ഉള്ളത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ട് ഏഷ്യ വൻകര കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യയും കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഏഷ്യ വൻകരയിലാണ് നമ്മുടെ ഇന്ത്യ എന്ന് പഠിച്ചില്ലേ? കണ്ടോ, ഇന്ത്യ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കിക്കേ പവിഴപ്പുറ്റുകൾ എന്താണെന്ന്. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. എങ്ങനെയാണ്? കോറൽ പോളിപ്പുകൾ എന്ന് പറയുന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപസമൂഹത്തിൽ അധികവും പവിഴദ്വീപുകളാണ്. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപസമൂഹത്തിൽ അധികവും പവിഴദ്വീപുകളാണ്. ഇനി നോക്കിക്കേ അന്റാർട്ടിക് സമുദ്രത്തെക്കുറിച്ച്. അന്റാർട്ടിക് സമുദ്രം പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? അന്റാർട്ടിക്കയുമായിട്ട് സാമ്യമുണ്ട് അല്ലേ? നോക്കിക്കേ അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക്കയുടെ പ്രത്യേകത എന്താണ്? എപ്പോഴും അവിടെ എന്താണ്? മഞ്ഞാണെന്നാ പറഞ്ഞേ അല്ലേ? നോക്കിക്കേ വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിന്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിന്റെ ഉപരിഭാഗം എങ്ങനെയാണ്? ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിലുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിക്കേ ആർട്ടിക് സമുദ്രം. ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. എന്താണ്? ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഈ സമുദ്രം വർഷത്തിൽ 6 മാസത്തിലേറെക്കാലം മഞ്ഞു മൂടി കിടക്കുന്നു. ഈ സമുദ്രം വർഷത്തിൽ 6 മാസത്തിലേറെക്കാലം മഞ്ഞു മൂടി കിടക്കുന്നു. ഓക്കെ, അപ്പോൾ പാഠത്തിന്റെ അവസാനം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നാം അധിവസിക്കുന്ന ഭൂമി എത്ര വിസ്തൃതവും വൈവിധ്യവുമാണെന്ന് മനസ്സിലായില്ലേ? ഈ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് ഭൂമിയിൽ മനുഷ്യർ ഉൾപ്പെടെയുള്ള സസ്യജന്തുജാലങ്ങൾ നിലനിൽക്കുന്നത്. അടിസ്ഥാന ആവശ്യങ്ങളായ ജലം, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയവയ്ക്കെല്ലാം മനുഷ്യർ ആശ്രയിക്കുന്നത് പ്രധാനമായും ഭൂമിയിലെ കരഭാഗത്തെയാണ്. ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരകളും സമുദ്രങ്ങൾക്കും വലിയ പങ്കുണ്ട്. മത്സ്യസമ്പത്ത്, ധാതു നിക്ഷേപങ്ങൾ, ഗതാഗതം, വിനോദം തുടങ്ങി വിവിധ തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നാം സമുദ്രങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. കരയിലും സമുദ്രങ്ങളിലുമായി നിലകൊള്ളുന്ന വിഭവസമ്പത്ത് വരും തലമുറകൾക്ക് കൂടി അറിയാനും അനുഭവിക്കാനും വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഓക്കെ, നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.